ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ 2 ദിവസം മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ SSC CGLൻ്റെ റിസൾട്ട് വന്നു. പക്ഷേ ഇന്നലെ രാവിലെ ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട് എല്ലാവരും യൂട്യൂബ് ചാനലായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് SSC പരീക്ഷയിൽ തട്ടിപ്പ് നടന്നോ, ഒരുപാട് തട്ടിപ്പ് നടന്നു, അതുകൊണ്ടാണ് SSC പരീക്ഷയുടെ കട്ട് ഓഫ് കൂടിയതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോർത്ത് ഇന്ത്യൻസിൽ ഒരുപാട് ടീച്ചേഴ്സ്, അഭിനയ് ശർമ്മ, ഗഗൻ പ്രതാപ്, ആദിത്യ രഞ്ജൻ പോലത്തെ ഒരുപാട് ഫാക്കൽറ്റീസ് നമ്മൾ ചെയ്യുന്ന കണ്ടു. ഇങ്ങനെ പറഞ്ഞതല്ല, തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന കണ്ടു. ഒരുപാട് കുട്ടികൾ ഇന്നലെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഗ്രൂപ്പിലൊക്കെ ആരോ ചോദിക്കുന്നുണ്ട്, സാറേ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? എനിക്കും വലിയ ധാരണയൊന്നുമില്ല, നിങ്ങൾ കണ്ട ധാരണ തന്നെ എനിക്കും ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം കേട്ടോ. എന്താണ് തട്ടിപ്പ് നടന്നോ, അല്ലെങ്കിൽ SSC മൊത്തം തട്ടിപ്പാണോ, SSCയിൽ മൊത്തം ആളുകൾ തട്ടിപ്പിലൂടെയാണോ ഒക്കെ കയറുന്നത്, നോർത്ത് ഇന്ത്യൻസ് മൊത്തം തട്ടിപ്പാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ആദ്യം ഇഷ്യൂ എന്താണെന്നുള്ളത് നോക്കാം. ഒരു മിനിറ്റ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ റാങ്ക് ലിസ്റ്റിൽ ജസ്റ്റ് ഒരു പോർഷൻ ഞാനൊന്ന് ക്രോപ്പ് ചെയ്തതാണ്. നോക്കിയേ, ഇവിടെ സൈഡിൽ നമുക്ക് നോക്കിയാൽ ഇത് ബീഹാറിലെ പാട്നയിലെ ഒരു സെന്ററിലെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേട്ടോ, ഇതല്ല സംഭവം തട്ടിപ്പ്. ബീഹാറിലെ പാട്നയിലെ ഒരു സെന്ററിലെ കുറച്ച് കുട്ടികൾ ക്വാളിഫൈ ആയ ആളുകളുടെ ലിസ്റ്റാണ്. നോക്കിയേ, 12 കഴിഞ്ഞാൽ 36 കഴിഞ്ഞാൽ 40, 47, 50, 57, 66, 83. അത് ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഇടയിലുള്ള ആളുകൾ ഒന്നും പരീക്ഷ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ അവർ ക്വാളിഫൈ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആളുകളെല്ലാം ഏകദേശം ഒരേ സെന്ററിൽ പരീക്ഷ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ എങ്ങനെയായാലും നമുക്ക് അടുത്തടുത്ത് കുറച്ച് ഗ്യാപ്പുകൾ കാണാം അല്ലേ, കുറച്ച് ഗ്യാപ്പ് കാണാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം റീജിയനിൽ 9212 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളമാണ്. നോക്കിയേ, എറണാകുളത്താണെങ്കിലും നമുക്ക് നോക്കിയാൽ മനസ്സിലായി 55 കഴിഞ്ഞാൽ 57 കഴിഞ്ഞാൽ പിന്നെ 95, 831, 945, 67, 78. എങ്ങനെയായാലും മിനിമം 10, 20, 30, 40 ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുമല്ല ഈ മെയിൻ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഡൽഹിയിലെ ഒരു സെന്ററിൽ പരീക്ഷ എഴുതിയ കുട്ടികളുടെ ലിസ്റ്റാണിത്. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മുതലല്ല, ഇവിടെ മുതലൊന്ന് നോക്കിയേ, ഇവിടെ നോക്കിയാൽ 95, ബാക്കിയെല്ലാം സെയിം. 95 കഴിഞ്ഞാൽ 96, 97, 99, അത് കഴിഞ്ഞാൽ 2, 4, 6, 7, 10, 14, 17, 18, 21, 22, 23, 24, 27, 29, 32. അതായത് അടുത്തടുത്ത് ഒരേ സെന്ററിൽ എഴുതിയ പരീക്ഷ എഴുതിയ അടുത്തടുത്ത റോൾ നമ്പറിലുള്ള ആളുകളെല്ലാം ഇപ്പം Tier 1 പരീക്ഷ പാസ്സായിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സെന്ററിൽ ഒരു ദിവസം പരീക്ഷ എഴുതി എല്ലാവരും വളരെ ബ്രില്യൻ്റ് ആയ ആളുകളാവുന്നു, എല്ലാവരും ഒരേ സമയം എക്സാം ക്വാളിഫൈ ആവുന്നു. ഒരിക്കലും അത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം. കാരണം ഇതിന് മുമ്പത്തെ 2 ഫോട്ടോയിൽ നമ്മൾ എക്സാമ്പിൾ കണ്ടു. എങ്ങനെയായാലും ഒരു 10, 15, ഇനിയിപ്പോൾ 1, 2, 3 ആളുകളൊക്കെ അടുത്തടുത്ത് വന്നാലും കുഴപ്പമില്ല, നടക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇത്രയും ആളുകൾ ഒരേ സെന്ററിൽ ഒരേ ഷിഫ്റ്റിൽ പരീക്ഷ എഴുതിയ ആളുകൾ റാങ്ക് ലിസ്റ്റിൽ കയറുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടന്നിട്ടുണ്ടാവും അല്ലേ. കാരണം നമുക്ക് ഇതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന MTS പരീക്ഷയിൽ നമ്മൾ പലരും ന്യൂസിൽ കണ്ടിട്ടുണ്ട്. MTS എക്സാമിൻ്റെ ഏതൊരു ബീഹാറിലെ ഏതൊരു സെന്ററിൽ അവിടുത്തെ 10, 20 അവിടുത്തെ ജോലിക്ക് നിൽക്കുന്ന ആളുകൾ, അതായത് എക്സാം സെന്ററിൽ ജോലിക്ക് നിൽക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഏതോ JDUവിൻ്റെ ഒരു നേതാവും പിന്നെ ഈ TCSൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അടക്കം ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു അല്ലേ. അവിടെ അതായത് സംഭവം എന്താ വെച്ചാൽ മുമ്പൊക്കെ നമ്മൾ ഒരുപാട് കേട്ടില്ല, സോൾവർ ഗ്യാങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾ പൈസ കൊടുത്താൽ അവർക്ക് വേണ്ടിയിട്ട് പരീക്ഷ എഴുതി കൊടുക്കുന്ന ഒരു ടീം. പരീക്ഷ എഴുതി, അതായത് എനിക്ക് പകരം വേറൊരാൾ വന്ന് പരീക്ഷ എഴുതും, ഞാൻ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ എൻ്റെ തന്നെ ആയിരിക്കും. പക്ഷേ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ അവിടെ മാറിയിട്ട് വേറെ ആളിരിക്കും പരീക്ഷ എഴുതും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും, അങ്ങനെ പരീക്ഷ അത്രയും കഴിവുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അങ്ങ് പരീക്ഷ എഴുതി ജോലി കയറി പോരെ അല്ലേ, വേറൊരാൾക്ക് എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അതിനുള്ള മറുപടി എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പരീക്ഷ ഈ ഒരു ജോലി കിട്ടിയാൽ മാക്സിമം നമുക്കൊരു മാസം കിട്ടുന്ന സാലറി, ഇപ്പോൾ ഗ്രൂപ്പ് B പോസ്റ്റ് ഏറ്റവും നല്ല പോസ്റ്റ് നമുക്ക് കിട്ടി മാക്സിമം എത്ര. അപ്പോൾ ഞാനൊക്കെ CBയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു മാസം കിട്ടിയത് 80,000 സാലറിയാണ് അല്ലേ. ഇവിടെ SSC MTS എക്സാമിൻ്റെ ന്യൂസിൽ നമ്മൾ കണ്ടത് ഒരു കുട്ടിക്ക് നമ്മൾ എഴുതി കൊടുത്താൽ കിട്ടുന്നത് 10 ലക്ഷം രൂപയാണ്. MTS എക്സാമിൻ്റെ കാര്യം പറയുന്നത് 10 ലക്ഷം രൂപ. അപ്പോൾ പിന്നെ CHSL, CGL പോലത്തെ വലിയ പരീക്ഷകൾക്ക് എത്രയായിരിക്കും കിട്ടുന്ന ആലോചിച്ച് നോക്കി. ഒരു വർഷം തന്നെ 10, 20, 25 ഷിഫ്റ്റാണ് CGL നടക്കുന്നത്. MTS 50, 60 ഷിഫ്റ്റാണ്. അപ്പോൾ ഈ ഷിഫ്റ്റിൽ ഓരോ ദിവസം ഓരോരുത്തർക്ക് എഴുതി കൊടുത്താൽ പോലും നോക്കി നമ്മളിപ്പോൾ ഈ കഷ്ടപ്പെട്ട് പഠിച്ച് കയറിയ ജോലിയിൽ നിന്ന് കിട്ടുന്നതിന് മാക്സിമം ഒരു മാസം 80,000 രൂപയാണ്. ഒരു വർഷം നമുക്ക് കിട്ടാൻ പോകുന്ന 10, 15 ലക്ഷം രൂപയാണ്. ഇത് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ 2 കുട്ടിക്ക് പരീക്ഷ എഴുതി കൊടുത്താൽ തന്നെ ഇത് കിട്ടുന്ന ആളുകൾ. അപ്പോൾ പിന്നെ അവർ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവേണ്ട ആവശ്യമില്ലല്ലോ കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവ പ്രശ്നം. അപ്പോൾ ഇത് സീരിയസ് ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. ഇങ്ങനത്തെ ഒരു സ്കാമുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും ഇങ്ങനെയാണ് കയറുന്നുള്ള മെൻറ്റാലിറ്റി ഒഴിവാക്കുക. പരീക്ഷ ആകുമ്പോൾ ഏതൊരു പരീക്ഷയായാലും സ്കാം നടക്കുന്നുണ്ട്, അപൂർവമായിട്ട് പലപ്പോഴും നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷം അല്ലേ, UPSC പരീക്ഷയിൽ ഒരു കുട്ടി ഒരു PWD സർട്ടിഫിക്കറ്റ് ഫേക്കായിട്ട് ഉണ്ടാക്കി, അതുപോലെ തന്നെ OB സർട്ടിഫിക്കറ്റ് ഫേക്കായിട്ട് ഉണ്ടാക്കി. പരീക്ഷ കഴിഞ്ഞ് കുറേ എത്തിയെന്തോ പ്രശ്നം വന്നതിന് ശേഷം അതൊക്കെ അറിയുന്നത്. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ PSCയിൽ കണ്ടു അല്ലേ, PSCയിൽ ഏതോ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ് 1ാം റാങ്കിലെത്തി 1, 2 ആളുകൾ അവർ പരീക്ഷ കോപ്പി അടിച്ചിട്ട് എഴുതിയാൽ പിന്നെ മനസ്സിലായി. ഒരു 5-6 വർഷം മുമ്പ് UPSC പരീക്ഷയിലെ Tier 2 നമ്മൾ കണ്ടു, ഒരാൾ ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ച് എഴുതിയിട്ട് പരീക്ഷയിൽ സ്കാം ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തെ NEET പരീക്ഷ നമ്മൾ കണ്ടു, UGC നെറ്റ് പരീക്ഷ ക്ലിയർ. അപ്പോൾ പരീക്ഷ ആകുമ്പോൾ ഇങ്ങനത്തെ അപ്പോഴായിട്ട് പലതും നടക്കുന്നുണ്ട്. അത് പരീക്ഷ ക്യാൻസൽ ചെയ്യുന്ന കണ്ട് ചില പരീക്ഷ ക്യാൻസൽ ചെയ്യുന്നത് പരീക്ഷ നടക്കും. പക്ഷേ എപ്പോഴും എല്ലാവരും ഇങ്ങനെയാണ് ക്വാളിഫൈ ആകുന്നുള്ള ഒരു ചിന്താഗതി മാറ്റി നിർത്തുക കേട്ടോ. അപ്പോൾ എനിക്കാരും എൻ്റെ പേഴ്സണൽ പറയാൻ പറ്റും. ഞാൻ CBIയിൽ ട്രെയിനിങ് എടുത്ത ഒരാളാണ്, അവിടെ 38 പേരുണ്ടായിരുന്നു. പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത്, പക്ഷേ അതിലൊരാളുണ്ടായിരുന്നു
എനിക്ക് ഭയങ്കര സംശയമുണ്ട് അവൻ ഇതുപോലെ കയറിയതാണോ ഇല്ലെന്നുള്ളത്. ഞാൻ ആരാന്ന് ഏതാ പേരൊന്നും പറയുന്നില്ല, 1000-ൽ താഴെ റാങ്ക് കിട്ടിയ ഒരാളാണ്. പക്ഷേ ഒരു മിനിമം ഒരാൾക്ക്, അതായത് ഒരു CGL ഒരു 1000 റാങ്ക് ക്വാളിഫൈ ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ലെവൽ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇതൊരു ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും വലിയ നോളജ് ഒന്നുമില്ല. പക്ഷെ അവൻ 1000-ന് താഴെ റാങ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അർത്ഥം എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഞങ്ങൾ 38 ആളുകൾ ട്രെയിനിങ് എടുത്തതിൽ 4 ആളുകൾ സൗത്ത് ഇന്ത്യൻസ് ചോദിച്ചാൽ ബാക്കി എല്ലാം നോർത്ത് ഇന്ത്യൻസാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ബാക്കി എല്ലാവരും. ഒരു സംശയം വേണ്ട, അവരൊക്കെ ഈ എക്സാം ക്വാളിഫൈ ആയിട്ടുള്ള അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ. പക്ഷേ ഈ ഒരാളുടെ കാര്യം ഞാൻ പറയാൻ പറ്റുമോ, പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ സംശയം തോന്നുന്നു. പക്ഷേ അത് വളരെ ചെറിയ ശതമാനം ആളുകളാണ്. അതും ഇതിൽ പാടില്ല എന്ന് തന്നെയാണ് അഭിപ്രായം, അല്ലേ? ഒരാൾ പോലും എന്താ പറയുക, ഇല്ലാത്ത ഈ റാങ്ക് ലിസ്റ്റിൽ കയറാൻ യോഗ്യതയില്ലാത്ത ഒരാൾ പോലും ഇതിനുള്ളിൽ കയറാൻ പാടില്ല. അതാണ് സത്യാവസ്ഥ കേട്ടോ. അപ്പോൾ അത് ഇതിന് ചിലപ്പോൾ എന്തെങ്കിലും ട്വിറ്റർ പ്രൊട്ടസ്റ്റോ കാര്യങ്ങൾ, നമുക്കിപ്പോൾ ഏതായാലും ഡൽഹി പോയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അത് ട്വിറ്റർ എന്തെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടിയോ ചിലപ്പോൾ അങ്ങനെ പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ട്വിറ്ററിൽ പോയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്, അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങൾ വന്നപ്പോൾ ട്വിറ്ററിൽ ഒരു #, ട്രെൻഡിങ് ആക്കി ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ നമ്പർ 1 എത്തിച്ചിട്ട് ഈ അധികാരികളെ കൊണ്ട് അത് തിരുത്തിച്ച ചരിത്രങ്ങൾ ഇതിൻ്റെ മുമ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒറ്റ കാര്യമുള്ളൂ. ആർക്കും ഇവിടുന്ന് ട്രെയിനിൽ എടുത്തിട്ട് ഡൽഹി പോയിട്ട് SSCൻ്റെ ഓഫീസിന് മുന്നിൽ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമില്ല. പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലും ട്വിറ്റർ ക്യാമ്പയിനോ കാര്യങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങുക, ഈ ഒരു #, വെച്ചിട്ട് ക്യാമ്പയിൻ ചെയ്യുക. അപ്പോൾ അതിപ്പോൾ എല്ലാവരും ഹിന്ദി നോർത്ത് ഇന്ത്യയിലെ ടീച്ചേഴ്സൊക്കെ കൂടി ഡിസൈഡ് ചെയ്തിട്ട് ഒരു ഡേറ്റ് വരും. അങ്ങനെ വരികയാണെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കുക. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇതെല്ലാവരും ഇങ്ങനെ ക്വാളിഫൈ ആകുന്ന കാര്യമാണ്. SSC മൊത്തം ഫേക്കാണ്, എല്ലാവരും ഇങ്ങനെയാണ് കയറുന്ന ചിന്താഗതി ഒഴിവാക്കുക. നിങ്ങളെ ചുറ്റും നിങ്ങളെ നെഗറ്റീവായിട്ട് ഒഴിവാക്കാൻ, അതായത് നിങ്ങൾ ഈ പരീക്ഷയിലേക്ക് വരുന്നത് ഒഴിവാക്കാൻ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഇങ്ങനെയായിരിക്കും, SSC വരണ്ട, SSCയിൽ മൊത്തം ഇങ്ങനെയാണ്, നോർത്ത് ഇന്ത്യൻസ് മൊത്തം ഇങ്ങനെയാണ് പാസ്സാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഒഴിവാക്കത്തും. അപ്പോൾ ഞാനൊരു SSCൻ്റെ അവയർനെസ് വീഡിയോ എവിടെ ഉണ്ടായിരുന്നു, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ കമൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പല ആളുകളും തമാശക്കാണ്, സാർ ഇപ്പോൾ അവയർനെസ് ഒന്നും കൊടുക്കണ്ട, ഞങ്ങൾ ഈ പരീക്ഷ ഒന്ന് ക്ലിയർ ചെയ്ത് പോയിക്കോട്ടെ, എന്നിട്ട് അവയർനെസ് മതി എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾ തമാശക്കാണ്. പക്ഷേ ചില ആളുകൾ അതിൽ സീരിയസ് ആണ്. അതായത് ഞാൻ ഈ പരീക്ഷയിൽ എഴുതാൻ വന്നു, ഞാൻ ഈ പരീക്ഷയിലോട്ട് എത്തി, ഇനി വേറെ ആരും ഇങ്ങോട്ട് വരണ്ട, ഞാൻ മാത്രം പഠിച്ചാൽ മതി, ബാക്കിയുള്ള അറിയാത്തവരൊന്നും ഇതിലേക്ക് വരണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റി കേട്ടോ. ആ മെൻറ്റാലിറ്റി ഒഴിവാക്കുക. ഇതിൽ എത്ര പേര് വന്നാലും ജെന്യൂനായിട്ട് വരുന്നവരെല്ലാം വരട്ടെ. ഇതുപോലെ പാസ്സാവാതെ നല്ല നിലയിൽ പാസ്സാവുന്ന എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ കയറട്ടല്ല. ഞാനിവിടെ എത്തി, കാരണം നിങ്ങൾ പ്രിവിലേജിലായിട്ടുള്ള ആളുകളാണ് ഈ അറിയുന്നത്, അല്ലേ? നമുക്കൊക്കെ ആരോ ഒരാൾ പറഞ്ഞു തന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിലോട്ട് എത്തിയത്. ഇതുപോലെ അറിയാത്ത, ഇപ്പോൾ ഒരു 4-5 വർഷം മുമ്പത്തെ കണക്കെടുക്കുകയാണ്, ഞാനിത് സാധനം അറിയാത്ത ഒരാളായിരുന്നു, എനിക്കൊക്കെ ആരൊക്കെയോ പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ വന്ന്. അതുപോലെ നമുക്കാരോ പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ ഈ ഫീൽഡിലെത്തി. ഇതുപോലെ അറിയാത്ത ഒരുപാട് പേര് അപ്പുറത്തുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനെ നെഗറ്റീവായിട്ടുള്ള ആ ഒരു സെൽഫിഷ് മൈൻഡോട് കൂടി കാണാതിരിക്കുക, നല്ല പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മൾ കഴിവുള്ള ഒരാളാണെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറിയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ഒഴിവാക്കുക. നമ്മളെല്ലാവരും ഇങ്ങനെയാണ്, SSC ക്വാളിഫൈ ആവുന്നുള്ള മെൻറ്റാലിറ്റി ഒഴിവാക്കുക. വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു വർഷത്തെ പരീക്ഷ ക്വാളിഫൈ ആളുകൾ ഉണ്ടാവും, അല്ലേ? ക്വാളിഫൈ ആളുകൾ, ഒരു മിനിറ്റ്, ക്വാളിഫൈ ആളുകൾ വളരെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഈ പരീക്ഷൻ്റെ ഈ സ്കാം കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിന് മാറിപ്പോകാതിരിക്കുക. ഇതൊന്നും പരീക്ഷ ക്യാൻസൽ ചെയ്യാനൊന്നും പോകുന്നില്ല. പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ നടക്കും. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും എവിടെയും പറഞ്ഞു വെച്ചിട്ട് പരീക്ഷ ക്യാൻസൽ ചെയ്യില്ല. പക്ഷേ ഇതിൻ്റെ ഒരു അന്വേഷണ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അന്വേഷണത്തിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ പരീക്ഷ അടുത്ത മാസം വരികയാണ്, അതിൽ നിന്നും ഒരു ഫോക്കസ് ഒന്നും മാറ്റണ്ട. നല്ല ജെന്യൂൻ ആയിട്ടുള്ള ക്വാളിഫൈ ആയിട്ട് നമ്മളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരുപാട് പേര് ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വേണമെങ്കിൽ നോക്കി, ഇവിടെ നമ്മൾ മെയിനായിട്ട് അടുത്ത വർഷത്തേക്കുള്ള കലണ്ടർ വന്നിട്ടുണ്ട്, അല്ലേ? അടുത്ത വർഷത്തേക്കുള്ള കലണ്ടറാണ്. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതിൽ ബാക്കിയുള്ളതൊന്നും നമ്മൾ മെയിനായിട്ട് നോക്കണ്ട. SSC പഠിക്കുന്ന ഒരാൾ ഈ ഒരു എക്സാം മാത്രം ഫോക്കസ് ചെയ്താൽ മതി, ബാക്കി എല്ലാം അതിൻ്റെ കൂടെ വന്നോളൂ. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഈ വർഷം കിട്ടാതെ പോയ ആളുകൾ ഉണ്ടെങ്കിൽ നോക്കുക. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് പരീക്ഷ വരുന്നുണ്ട്. ഏപ്രിലാണ് നോട്ടിഫിക്കേഷൻ, മെയിൽ തീരും, ജൂൺ ജൂലൈയിൽ പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ 6, 7, 8 മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ SSC മലയാളീൻ്റെ Tier 1 റിസൾട്ട് നോക്കിയാൽ, അപ്പോൾ Tier 1 നമ്മൾ വെറും 4 ബാച്ച്, അതായത് നമ്മൾ കഴിഞ്ഞ Tier 1 ഈ 2024 CGL ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വെറും 4 ബാച്ച്, അതായത് ബാച്ച് 1, ബാച്ച് 2, ഒരു ക്രാഷ് കോഴ്സ്, ഒരു ഓൺലൈൻ ബാച്ച്, ഈ 4 ബാച്ചാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ നിന്നും Tier 1 ക്വാളിഫൈ ആയ കുട്ടികളുടെ എണ്ണമാണ് നോക്കുക കേട്ടോ. കാണുന്നതെല്ലാം ബാച്ച് 1 എന്ന് മാത്രം, അതായത് 80-85 കുട്ടികളുടെ ഒരു ബാച്ചിൽ നിന്ന് മാത്രം ക്വാളിഫൈ ആയ കുട്ടികളാണിത്. ഇത് ബാച്ച് 1, ബാച്ച് 2, ക്രാഷ് കോഴ്സ്, ഓൺലൈൻ. ടോട്ടൽ 70 നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ കുട്ടികളാണ് കേട്ടോ. ടോട്ടൽ 70 കുട്ടികളോട് നമുക്ക് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ കുട്ടികളാണ് ഈ കുട്ടികൾ. ഇതിൻ്റെ ഈ ലിസ്റ്റ് ഇവിടെ ഒരിക്കലും അവസാനിക്കുന്നില്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് ലിസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ 70 കുട്ടികൾ നമ്മുടെ കയ്യിൽ കിട്ടിയ റിസൾട്ടാണ്. അപ്പോൾ 70 കുട്ടികളൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 70 കുട്ടികൾ ക്വാളിഫൈ ആയി എന്നുള്ളതല്ല. 70 അതിൽ കൂടുതൽ കുട്ടികൾ ക്വാളിഫൈ ആയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാട് വേറെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ പറയുന്നത് കൺവേർഷൻ റേറ്റ് ആണ്. അതായത് ഈ 2 ബാച്ചും ഒരു ഓൺലൈൻ ബാച്ചും ഒരു ക്രാഷ് ബാച്ചും കൂടെ കൂട്ടിയാൽ മാക്സിമം 500-600 കുട്ടികളാണ് നമ്മുടെ 2024 CGL ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ബാച്ച് നടത്തി. അതിൽ നിന്നാണ് ഈ 70+ കുട്ടികൾ ക്വാളിഫൈ ആയതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക.
കേട്ടോ. അപ്പോൾ നമ്മുടെ റിസൾട്ട് അത്രയും നല്ല റിസൾട്ടാണ്. നമ്മുടെ ബാച്ച് ഈ വരുന്ന ബാച്ച് നമുക്ക് ഡിസംബർ 10-ാം തീയതി എനിക്കൊന്നുമില്ല കേരളത്തിൽ പോലും ഇത്ര നല്ല റിസൾട്ട് വേറെ ഉണ്ടാവും നല്ലതാണ്. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കൂടുതൽ കുട്ടികൾ വരിക എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഉണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ അടുത്ത ബാച്ച് നമ്മൾ ഡിസംബർ 10-ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സ്കോളർഷിപ്പ് ടെസ്റ്റും കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കോളർഷിപ്പ് ടെസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. സ്കോളർഷിപ്പ് ഞാൻ ഇതിന് താഴെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങളെല്ലാവരും ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. സ്കോളർഷിപ്പ് ടെസ്റ്റ് സ്കോളർഷിപ്പ് ടെസ്റ്റിൽ ആദ്യത്തെ 10 റാങ്കിലെത്തുന്ന കുട്ടികൾക്ക് 100% സ്കോളർഷിപ്പിൽ ഓഫ്ലൈൻ പഠിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ 11 to 15 കുട്ടികൾക്ക് 50% സ്കോളർഷിപ്പും 16 to 20 കുട്ടികൾക്ക് 20% സ്കോളർഷിപ്പും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും 1000 rupees ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ. നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഈ വരുന്ന 15-ാം തീയതി രാവിലെ നമ്മുടെ കാലിക്കറ്റ് SSC മലയാളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത്. അതിന് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ 10-ാം തീയതി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി ആ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കും ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്തു, നിങ്ങൾ പൈസ അടച്ചതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റീഫണ്ട് കിട്ടും കേട്ടോ. അതൊന്നും നോക്കണ്ട. അപ്പോൾ 10-ാം തീയതി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ സ്കോളർഷിപ്പ് ടെസ്റ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പൈസ റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഒത്തിരിയാണ് മെയിനായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഈ സ്കാമിനെ പറ്റി പറയാനുള്ളതാണ്. കാരണം ഈ സ്കാം എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ വലിയൊരു സ്കാം ഒന്നും നടന്നിട്ടില്ല. എന്നാലും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ആ ചെറിയ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നമുക്കത് ഒഴിവാക്കേണ്ടതാണ്. ഒരിക്കലും ഇതൊരു അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. നമ്മളിവിടെ കേരളത്തിലൊക്കെ ഒരിക്കലും നടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ PSC പോലത്തെ പരീക്ഷകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ SSC നമുക്കിപ്പോൾ ഈ ഓൺലൈൻ സെൻറ്ററിലും നമുക്ക് നോക്കി അറിയാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇതൊന്നും നമ്മുടെ നാട്ടിലെ നിലയിൽ നടക്കുന്നില്ല. അതുപോലെ തന്നെ ലാർജ് സ്കെയിലായിട്ട് നോർത്ത് ഇന്ത്യയിലും നടക്കുന്നില്ല. ലാർജ് സ്കെയിലായിട്ട് ഇത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ പുറത്ത് വരേണ്ട സമയം കഴിഞ്ഞു. ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ടല്ല പുറത്ത് വരിക. കാരണം എല്ലാവരും മോശപ്പെട്ട ആളുകളും നല്ല ഈ ലോകത്തുള്ളൂ അല്ലേ. ചില ആളുകൾ ഇത് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്തായാലും ഇത് പുറത്ത് വെളിച്ചത്ത് വരേണ്ട സമയം കഴിഞ്ഞായിരുന്നു. പക്ഷേ എന്തോ നമ്മളിപ്പോൾ അത് അറിയാൻ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരേണ്ടി വന്നു. അതുപോലെ തന്നെ SSC പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മാർക്കും പബ്ലിഷ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെ മാർക്കും പബ്ലിഷ് ചെയ്യുന്നില്ല. പബ്ലിഷ് ചെയ്യുന്നതിന് നമുക്ക് നമ്മുടെ മാർക്ക് കാണാമെന്നല്ലാതെ ബാക്കിയുള്ളവരുടെ മാർക്ക് കാണാൻ പറ്റില്ല. പക്ഷേ പണ്ട് അങ്ങനെയായിരുന്നു. 2016 വരെയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ മാർക്ക് SSC പബ്ലിഷ് ചെയ്യുന്നു. അതുകൊണ്ട് ഓരോരുത്തരുടെയും മാർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ അഭിനയ് ശർമ്മ പോലത്തെ ഫാക്കൽറ്റീസ് ഒക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുവരെയുള്ള എല്ലാ മാർക്കും പബ്ലിഷ് ചെയ്യണം. ഇപ്പോൾ ഏതൊരാളുടെ ഞാൻ കണ്ടു അയാളുടെ മാർക്ക് എന്തോ 66 എന്തോ, പക്ഷേ അയാൾ റാങ്ക് ലിസ്റ്റിലുണ്ട്. അത് എത്രത്തോളം ജെന്യൂനിറ്റി എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വെറും 40 കിട്ടിയിരുന്ന ആൾ ഇപ്രാവശ്യം 170, 180 കിട്ടിയിട്ട് കയറുന്നു. അങ്ങനെ കിട്ടാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിലൊക്കെ എന്തൊക്കെയോ ഒരു അന്വേഷണം നടക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. 40 അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് ഒരു വർഷം 40 കിട്ടിയ കുട്ടി തൊട്ടടുത്ത വർഷം 170, 160 എത്തുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും ഇങ്ങനെയല്ല കേട്ടോ. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം കേട്ടോ. അത് കരുതിയിട്ട് ഇതിലേക്ക് SSCയിലോട്ട് വരുന്ന ആളുകൾ പിന്തിരിഞ്ഞ് പോകാതിരിക്കുക. കാരണം നിങ്ങൾ പോയാൽ നിങ്ങൾക്കാണ് നഷ്ടം, വേറെ ആർക്കുമില്ല. നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേറെ ആളുകളും ഉണ്ടാവും. അവർക്ക് എന്ന് പറഞ്ഞാൽ 2 ആൾക്കാർ പോയാൽ അത്രയും എന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. പല ആളുകളും പലതും പറയും. നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇറങ്ങുക, നന്നായിട്ട് പഠിക്കുക. 7 മാസം കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം കലണ്ടർ വന്നു, പരീക്ഷ റിസൾട്ട് വന്നതിന് കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കിട്ടാതെ പോയ ആളുകളുണ്ടെങ്കിൽ ഡീമോട്ടിവേറ്റ് ആയിരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ സമയം ഇല്ല കേട്ടോ. ഡീമോട്ടിവേറ്റ് ആയിരുന്നാൽ അതുപോലെ അങ്ങ് ഇരുന്ന് വേറെ പല മേഖലയിലോട്ടും പോകേണ്ടി വരും. പക്ഷേ 7 മാസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരും. 7 മാസം കൊണ്ട് അടുത്ത പരീക്ഷ വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ പഠിച്ച ഒരു ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. ചെറിയൊരു വ്യത്യാസം കൊണ്ടാണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ Tier 2 പ്രിപ്പറേഷൻ ഉദ്ദേശിച്ചെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് Tier 1 പ്രിപ്പയർ ചെയ്ത് ഒരു 7 മാസം കൂടെ പോയാൽ നിങ്ങൾക്ക് അടുത്ത പരീക്ഷ വരും കേട്ടോ. ഇതാണ് SSC പരീക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. എല്ലാ വർഷവും പരീക്ഷ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ CHSL, MTS പോലത്തെ പരീക്ഷകൾ നിങ്ങൾക്ക് ഒരുപാട് ചാൻസുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ പല ആൾക്കാരുടെയും ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും കട്ട് ഓഫ് വരുന്നത് വേണ്ട. കട്ട് ഓഫ് വരുന്നത് സ്കാം കൊണ്ട് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇന്നലെ ഞാൻ ഗഗൻ പ്രതാപിന്റെ വീഡിയോ കണ്ടപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് മെയിനായിട്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പണ്ട് മുതൽ ചോദിക്കുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ ഒന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് 150 തന്നെയാണ്. ഇപ്പോൾ 2022 കട്ട് ഓഫ് 114 എത്തിയെങ്കിൽ അത് 36,000 SSCന്റെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു വേക്കൻസി ഉണ്ടായതുകൊണ്ടാണ് കട്ട് ഓഫ് അത്രയും കുറഞ്ഞത്. പിന്നെ 2020-21 കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 132 വേക്കൻസി അല്ല കട്ട് ഓഫ് വന്നു. പക്ഷെ അന്ന് എത്രയാണോ വേക്കൻസി അതിൻ്റെ 20 ടൈംസ് ആളുകളെ SSC എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും വെറും 8 ടൈംസോ 9 ടൈംസോ ആളുകളെയാണ് SSC എടുത്തിട്ടുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് കട്ട് ഓഫ് 150 തന്നെയാണ് കിടക്കുന്നത്. പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ വർഷം 24 ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്തെങ്കിൽ ഇപ്രാവശ്യം അത് 36 ലക്ഷം ആളുകളാണ്. കാരണം വേക്കൻസി കൂടിയതുകൊണ്ട് അപ്ലൈ ചെയ്ത ആളുകളും കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടും. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നോർമലൈസേഷൻ വന്നു. നോർമലൈസേഷൻ വരുന്നതിൻ്റെ മുമ്പൊക്കെ നമുക്ക് 110, 120 ആയിരുന്നു കട്ട് ഓഫ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ടഫ് ഷിഫ്റ്റ് ആണെങ്കിൽ 10-20 മാർക്ക് കൂടുന്നുണ്ട്. അപ്പോൾ അത് ഇതിനെ ബാധിക്കും. പിന്നെന്താ ഹയർ നമ്പർ ഓഫ് റിപ്പീറ്റേഴ്സ്, അത് ഇതിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ നമുക്കറിയാം 2022 വലിയ വേക്കൻസി വന്നു. ഒരുപാട് പേര് പോസ്റ്റൽ അസിസ്റ്റന്റ് സോർട്ടിംഗ് അസിസ്റ്റിൽ കയറിയ ആളുകളുണ്ടാവും. നമുക്കറിയാം പോസ്റ്റൽ അസിസ്റ്റന്റ് സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് C പോസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്നും വലിയ പോസ്റ്റിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, ഇപ്രാവശ്യത്തെ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും.
റിപ്പീറ്റേഴ്സ് കൂടുതൽ. പിന്നെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കണ്ടന്റിൻ്റെ അവൈലബിലിറ്റിയാണ്. പണ്ട് അങ്ങനെയല്ല. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ഒരു കണ്ടന്റ് പോലും SSC വേണ്ടി കിട്ടില്ലായിരുന്നു. ഒരു സംശയം വേണ്ട, ആർക്കും കിട്ടില്ല. PSC ഒരുപാടുണ്ട്, പക്ഷേ SSC ഇല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് നമ്മുടെ വിരൽ തുമ്പിൽ ഒരുപാട് SSC ഫോക്കസ് ആയിട്ട് നടന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരുപാട് നല്ല ക്ലാസ്സുകളൊക്കെ നമുക്ക് ചുറ്റും അവൈലബിൾ ആണ്. അപ്പോൾ അത്രയും നമുക്ക് കണ്ടന്റ്സ് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ പഠിക്കുന്ന ആളുകളുടെ എണ്ണം കൂടും, നമ്മുടെ ക്വാളിറ്റി കൂടും. ക്വാളിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കും കൂടും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2023 ഒരു കോർട്ട് കേസ് നടക്കുന്നുണ്ട്. ആ കോർട്ട് കേസ് എന്ന് പറയുന്നത് ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ആ കേസിൻ്റെ വിധിയൊക്കെ വന്നാൽ ആ ഒരു ക്വസ്റ്റൻ്റെ മാർക്ക് മാത്രം, എനിക്കൊന്നൊരു ഒരു ചോദ്യത്തിൻ്റെ പ്രശ്നമാണ്. ആ ചോദ്യത്തിൻ്റെ മാർക്ക് കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾ ലിസ്റ്റിന് ഔട്ട് ആവും, ചില ലിസ്റ്റ് കയറും. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് കുറേ കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾ വീണ്ടും ഇപ്രാവശ്യം എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല, പണ്ട് എന്ന് പറഞ്ഞാൽ മാത്സോ റീസണിങ്ങോ മാത്രമേ Tier 2 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ GK ഇംഗ്ലീഷ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് പല ബാങ്കിങ്ങും പല എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് എങ്ങോട്ട് വരുന്നുണ്ട്, SSCയിലോട്ടും വരുന്നുണ്ട്. കാരണം ഇവിടെ പണ്ടൊക്കെ മാത്സിനെ മാത്രം പേടിച്ചിട്ട് വരാത്ത ആളുകളാണ്. പക്ഷെ ഇപ്പോൾ GK ഇംഗ്ലീഷൊക്കെ ഉള്ളത് കൊണ്ട് മാത്സിനെ മാത്രം പേടിച്ചിരിക്കണ്ടല്ലോ. അപ്പോൾ മാത്സിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷും GK ഒക്കെ നല്ലതാണെങ്കിൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് ഈ ഫീൽഡിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കട്ട് ഓഫ് കൂടാൻ. വെറും ഈ സ്കാം നടന്നു, തട്ടിപ്പ് നടന്നിട്ടാണ് ഈ കട്ട് ഓഫ് മൊത്തം കൂടുന്നത്, ആ ഒരു രീതിയിൽ മാത്രം ചിന്തിക്കരുത്. ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് എന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തട്ടിപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതും വളരെ സ്മോൾ സ്കെയിലിൽ നടക്കുന്നുള്ളൂ. അതൊന്നും ടെൻഷൻ അടിച്ചിട്ട് ആരും പഠിക്കാതിരിക്കണ്ട. ഓക്കെ, എന്തായാലും എല്ലാവരും ഒരു പ്രിപ്പറേഷൻ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓൾ ദി ബെസ്റ്റ്.